ഓം നമഃ ശിവായ. ഓം മോക്ഷത്തപ്പന്റെ അടുത്തേക്ക് കുളത്തൂരിൽ നിന്ന് ദാസേട്ടന്റെ സാന്നിധ്യത്തിൽ കെയർ ഓഫിൽ 10ാമത്തെ ട്രിപ്പാണ് ഇവിടെ വരുന്നത്. അപ്പോൾ ഓരോ ട്രിപ്പിനും വ്യത്യസ്ത ആളുകളെ കൊണ്ടുവന്നിട്ടാണ് ഇവിടെ തൊഴിയിക്കൽ. ആ തൊഴുത് പോകുന്നവർക്കെല്ലാം തന്നെ ഫലസിദ്ധിയും കിട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് 10 ട്രിപ്പൊക്കെ നമ്മളെ ഇവിടേക്ക് കൊണ്ടുവന്ന് തൊഴിയിക്കാൻ സാധിക്കുന്നത്. ഇനിയും പുതിയ പുതിയ ആൾക്കാർ വന്ന് ഇദ്ദേഹത്തിനെ കണ്ട് ദർശിച്ച് പ്രാർത്ഥിച്ചു പോകട്ടെ. അവർക്ക് എല്ലാവിധ അനുഗ്രഹവും അതുപോലെ പ്രാർത്ഥനയുടെ ഫലസിദ്ധിയും കൊടുക്കട്ടെ. അതിന് മോക്ഷത്തപ്പൻ എല്ലാവിധ അനുഗ്രഹവും ദാസേട്ടനും അതുപോലെ തന്നെ ഇവിടെ പങ്കെടുക്കുന്ന അല്ലച്ചാൽ പ്രാർത്ഥിക്കുന്ന ഭക്തർക്കും കിട്ടുമാറട്ടെ എന്ന് ഒരിക്കൽ കൂടി മോക്ഷത്തപ്പനോട് കമ്മിറ്റിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊള്ളുന്നു. ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ. ദാസേട്ടന്റെ കൂടെ വന്നപ്പോ നല്ലൊരു അനുഭവം തന്നെ പറഞ്ഞേക്കാളും ഇവിടെ വന്ന് കണ്ടപ്പോൾ ഉള്ളത് ഞങ്ങൾക്ക്. പിന്നെ ഇവിടെ വന്ന് കണ്ടപ്പോൾ എന്തുണ്ടെങ്കിൽ നമ്മൾക്ക് എല്ലാവരും എത്ര വ്യസ്തമായിട്ടാണ് വരിക. അവർക്ക് എല്ലാവർക്കും ഭക്ഷണം എല്ലാ കാര്യങ്ങളും അതുപോലെ തന്നെ നമുക്ക് തൊഴുതിട്ട് എല്ലാ കാര്യങ്ങളും മുട്ടറുത്ത് നമ്മളെ കാര്യങ്ങൾ പറഞ്ഞ് നമുക്ക് എന്താണോ നമുക്ക് ചെയ്യേണ്ടുള്ള ആ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുമ്പോൾ നമുക്ക് എല്ലാത്തൊരു മനസ്സന്തോഷമായിട്ടാണ് ഇവിടുന്ന് ഇറങ്ങുന്നത്. നമ്മൾ വിചാരിച്ച കാര്യം അതുപോലെ തന്നെ പൂർത്തീകരിച്ച ഭഗവാന്റെ അടുത്ത് വീണ്ടും പറ്റുന്നതാണ് വിചാരിച്ചിരിക്കുന്നത്. ഓം നമഃ ശിവായ. എൻ്റെ 10ാമത്തെ യാത്രയാണ് മോക്ഷത്തമ്പലത്തേക്ക്. ഇവിടെ വന്നു കഴിഞ്ഞാൽ എല്ലാ ദുഃഖങ്ങളും മാറുന്നൊരു ക്ഷേത്രമാണ്. പ്രകൃതിയോട് ഇണഞ്ഞിരിക്കുന്നൊരു ക്ഷേത്രമാണ് ഇവിടെ. ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്നാണ് ഇവിടേക്ക് ആളുകളെ കൊണ്ടുവരുന്നത്. ഓരോ ഭാഗത്തു നിന്ന് ഞാൻ ഓരോ ട്രിപ്പ് കൊണ്ടുവരാറുണ്ട് ഇവിടെ. എല്ലാം ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടാണ് നടക്കാറ്. എല്ലാ ആൾക്കാർക്കും നല്ലത് മാത്രം വരട്ടെ. എല്ലാ ആൾക്കാരെയും ഭഗവാൻ കാത്തു രക്ഷിക്കട്ടെ എന്ന് പറയുന്നു. ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ. എന്റെ പേര് അരീഷ്മ. ഞാൻ കുളത്തൂരിന്ന് ദാസേട്ടന്റെ കെയർ ഓഫിലാണ് വരുന്നത്. അപ്പൊ ഞാൻ എന്റെ വീട്ടിലായിരുന്നു സത്യം പറഞ്ഞത്. അപ്പൊ അങ്ങനെ അവിടുന്ന് എന്റെ ഇളയച്ചിയാണ് വിളിച്ചത്. എടുത്തമ്മ അങ്ങനെ അമ്പലത്തിൽ പോണുണ്ട്, പോരുണ്ടോ ചോദിച്ചു. അപ്പൊ ഞാൻ വീട്ടിൽ നിന്ന് ഇന്നലെയാണ് വന്നത്. ആയിക്കോട്ടെ നമുക്ക് പോവാ, നമുക്ക് പോയി നോക്കാന്ന് പറഞ്ഞു. അങ്ങനെ വന്നു. പക്ഷെ ഇവിടെ അമ്പലം ഒക്കെ ഒരു പ്രത്യേകത, ഇവിടെ എത്തിയപ്പോ തന്നെ ഒരു പ്രത്യേകത ഒരു ഫീലാണ് എനിക്ക് തോന്നിയത്. പിന്നെ നമുക്ക് നമ്മളെ പേരിലുള്ള മരത്തിന്റെ മുകളിൽ വെള്ളം ഒഴിക്കാൻ പറ്റി, അതന്നെ ഏറ്റവും വലിയൊരു ഭാഗ്യാണ്. പിന്നെ മുട്ടിറക്കാൻ പോയി, അവിടെയും പറഞ്ഞ കാര്യങ്ങൾ ഏകദേശം ഒക്കെ കുറെയൊക്കെ ഓക്കെ ആയിരുന്നു. പിന്നെ നന്നായി പ്രാർത്ഥിച്ചിട്ടുണ്ട്. അപ്പൊ ഇനി എന്തായാലും പ്രാർത്ഥന സഫലമാവും എന്നാണ് വിചാരിക്കുന്നത്. ദാസേട്ടന്റെ അനുഭവം ബസ് എന്ന് പറഞ്ഞപ്പോ തന്നെ ഒരുവിധം ഈ അമ്പലത്തിൽ എങ്ങനെയാണ് വിശ്വാസം ഉള്ളതെന്ന് മനസ്സിലായി. എന്തായാലും ആഗ്രഹം സഫലമായാൽ ഞാനും എന്റെ ഏട്ടനും എന്തായാലും ഈ അമ്പലത്തിൽ ഒന്നും കൂടി വിസിറ്റ് ചെയ്യുന്നതാണ്. അതുപോലെ ഇവിടെ വന്നപ്പോ കണ്ട് കൃഷ്ണപേരാൽമാരാ നമ്മളെ. പിന്നെ അതുപോലെ എവിടെയും കാണാത്തൊരിതാണ് വവ്വാലുകള്. പിന്നെ വിസ്മയമായ ഒരു അമ്പലം തന്നെയാണ്. മരത്താലും മറ്റേ പ്രകൃതി രമണീയമായ ഒരു അമ്പലമാണ്. എന്തായാലും അമ്പലം നന്നായി ഇഷ്ടപ്പെട്ടു, ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഇനി എന്തായാലും വന്ന് തൊഴും. ഓം നമഃ ശിവായ.